നമസ്കാരം. നമസ്കാരം. വീണ്ടും ആരോഗ്യവകുപ്പിൽ വലിയ തോതിലുള്ള ആരോപണങ്ങൾ വന്നിരിക്കുകയാണ്. നേരത്തെ ഹർഷിന എന്ന് പറയുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് ഒരു ഓപ്പറേഷൻ നടന്നപ്പോൾ ഒരു കത്രിക മറന്നുപോയിരുന്നു ഡോക്ടർമാർ. ഇപ്പോൾ ഇതാ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇതേപോലെ ഒരു സംഭവം വന്നിരിക്കുകയാണ്. ഉഷ ജോസഫ് എന്ന് പറയുന്ന ലേഡിയുടെ വയറുവേദന സംബന്ധിച്ച് അവർ പിന്നെ പരിശോധന നടത്തി തൊഴിലുറപ്പ് ജോലിക്കാരി കൂടിയാണ്. അവർ പരിശോധിച്ചപ്പോഴാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാത്രമല്ല, ഇതിന് ഏറ്റവും പറ്റിയ സ്ഥലം, ഗർഭപാത്രത്തിൽ ഫ്രീ ആയി കത്രിക കൊണ്ടുവെക്കാൻ പറ്റുന്ന, വീണ ജോർജിന്റെ കത്രിക കൊണ്ടുവെക്കാൻ പറ്റുന്ന സ്ഥലം വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൂടി കണ്ടെന്ന് കാണുന്നു. ഇനി എത്ര മെഡിക്കൽ കോളേജുകളിൽ ഇങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. എന്താണ് എനിക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച്? എന്താണ് സംഭവം? ഇപ്പൊ പുതിയ സംഭവം എന്താണ്? ഇന്ന് രാവിലെ ഈ സംഭവത്തെക്കുറിച്ച് പത്രക്കാരുമായിട്ട് അവരുടെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഞാൻ വിവരറിഞ്ഞു, വളരെ ദുഃഖകരമാണ്, ഉടനെ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. DMEയെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെയും ആലപ്പുഴ മെഡിക്കൽ കോളേജിലും ഡോക്ടർമാരുടെ സംഘം തന്നെ ഇത് അന്വേഷിക്കും. കുറ്റവാളികളെ വെറുതെ വിടിയിൽ ശിക്ഷിക്കും. മാത്രമല്ല പോലീസ് കേസോടെ വരുന്നുണ്ട്. പോലീസ് കേസ് എന്ന് പറഞ്ഞാൽ 5 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. പലരും റിട്ടയർ ചെയ്ത് പോയി കാണും. അവരെയൊക്കെ കണ്ടുപിടിക്കാനും ശിക്ഷിക്കണമെങ്കിൽ ചെയ്യണം. ദൃഢനിശ്ചയത്തോടെ ഈ തീരുമാനമായിട്ട് മുമ്പോട്ട് വന്നത്. പക്ഷേ ഏറ്റവും അത്ഭുതകരമായ കാര്യം, വീണ ജോർജ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കാണാം. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ആ ഒരു വാചകം കണ്ടില്ല. അതാണ് അത്ഭുതപ്പെടുത്തുന്നത്. അതെങ്ങനെ ശരിയാവും? കുഴലൂത്ത് ഇപ്പൊ നിർത്തിയോ? കുഴലൂത്ത് നിർത്തി മതിയായോ? അല്ല, അതുകൊണ്ട് ഇനി അതുകൊണ്ട് കാര്യമില്ലാന്ന് മനസ്സിലായി. ഇനി അത് പറ്റില്ല. കാലം പിണറായി വിജയന് കുഴലൂത്ത് നടത്തിയ പ്രായോഗികമായി അത് അസാധ്യമെന്ന് തോന്നിക്കാണും. കാരണം അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് വീണ്ടും വരണം എന്ന് ഉറപ്പില്ലല്ലോ. അത് ഇവർക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് വളരെ വിഷണ്ണയായ ഇക്കാര്യത്തിൻ്റെ പിണറായി ജോർജിനെ അല്ല കാണുന്നത്. മറ്റേ നീ ആരടാ ചോദിക്കാൻ, ഞാൻ നിങ്ങൾ അന്വേഷിച്ചോളാം എന്നുള്ള പിണറായിന്റെ വലങ്കയ്യല്ലേ അത്. ആ ധൈര്യം ഇപ്പം പിണറായി എങ്ങനെ ഇത്ര ധൈര്യം കൊടുത്തത് എന്നുള്ളത് ഞാൻ പിന്നീട് മനസ്സിലായി. കുഴലൂത്ത് അതായിരുന്നു പിന്നെ മനസ്സിലായത്. അല്ല, ആ ധൈര്യം അതല്ലേ കപ്പല്. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ആ ധൈര്യം ഇല്ല. അതായത് നമ്മൾ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു മന്ത്രി, ഒരു വകുപ്പ്, അതായത് ശൈല ടീച്ചറെ പോലെ പ്രഗത്ഭയായ മന്ത്രി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എവിടെ എന്തായിക്കോട്ടെ, ഏത് പാർട്ടി ആയിക്കോട്ടെ, ഞാൻ അവരെ നേരിട്ട് പഠിച്ചിട്ട് പറയാണ്. പല മെഡിക്കൽ കോളേജുമായിട്ട് എനിക്ക് ബന്ധം, പ്രത്യേകിച്ചും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള എൻ്റെ ഒരു ബന്ധം എന്താണെന്ന് അറിയാമോ? ഞങ്ങളുടെ തറവാടിൻ്റെ 40 ഏക്കർ സ്ഥലമാണ് ആ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. 1957. അല്ല, ഫ്രീ ആയിട്ട് തന്നെയാണ്. ഫ്രീ ആയി അന്ന് കുറഞ്ഞ പൈസ കിട്ടുക. പക്ഷെ നമുക്ക് വേണ്ട. അവിടെയുള്ള പാവപ്പെട്ട രോഗികൾ, മലബാറിലെ പാവപ്പെട്ട കോഴിക്കോടുള്ള പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നൊരു സംഭവം വന്നപ്പം നമുക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, അത് അങ്ങനെ ആയിരുന്നു. നമുക്ക് അങ്ങനെ ഒരു സംവിധാനമായിരുന്നു. നമ്മളെ കേട്ടിട്ട് ഭയങ്കര അഭിമാനമായിരുന്നു. കാരണം പാവപ്പെട്ട എത്രയോ നമ്മളെ ഒരു സംഭവം ആ മെഡിക്കൽ കോളേജിന് കൊടുത്തല്ലോ. ഇപ്പം എന്ത് വില ഉണ്ടായിരിച്ചത്? ഒരു സെന്റിന് ഏറ്റവും ചുരുങ്ങിയത് 75 ലക്ഷം രൂപ ഉണ്ടാവും ഇപ്പം. ആ 75 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എത്ര കോടിയായി? 75 കോടിയാണ് ഒരു ഏക്കറിന്. അങ്ങനെ 40 ഏക്കർ എന്ന് പറഞ്ഞാൽ 3000 കോടിയുടെ സ്വത്താണ്. ഞാൻ പൈസ ഇല്ല, ബുദ്ധിമുട്ടാണ്, കുറച്ച് പൈസ ചോദിക്കുന്നത്, അത് പോട്ടെ. അപ്പം 3000 കോടി രൂപയുടെ സ്വത്ത് കൊടുത്ത് എന്തിനാ പറയുക? അവിടെ സ്ഥിരമായി ബലാത്സംഗം നടത്തുക, പാർട്ടിക്കാരാണെങ്കിൽ എല്ലാവിധ സംരക്ഷണം കൊടുക്കുക, പിന്നെ അവിടെ ഓവുചാലുകളിൽ ബോഡി കാണുക, കൊല്ലപ്പെടുത്തിയിട്ട് അവിടെ കാണുക, ബലാത്സംഗം ചെയ്യുക. ബലാത്സംഗം ഏറ്റവും വലിയ സ്ഥലം കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. മോർച്ചറി കൊണ്ടുവരുന്ന പോലും ബലാത്സംഗം ചെയ്യാൻ പ്രത്യേക കഴിവുള്ള ആളുകളെ വീണ ജോർജ് നിയമിച്ചിട്ടുണ്ട്, അവരെ സംരക്ഷിക്കുന്നുണ്ട്. വേറെ ഏറ്റവും പ്രധാന അന്വേഷിച്ചോണ്ടിരിക്കുക. അതേപോലെ തന്നെ ഹർഷിനേന്റെ കാര്യം ഞാൻ മനോരമേന്റെ ഒരു റിപ്പോർട്ട് ഇന്ന് വായിക്കും. മനോരമ നമ്മൾ സമ്മതിക്കണം, ഇന്നത്തെ റിപ്പോർട്ട് അവർ നന്നായി ചെയ്തിട്ടുണ്ട്. അതിന്റെ ഹെഡിങ് ചികിത്സാ പിഴവ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കത്രിക മനയിൽ 5 കൊല്ലം, ഗർഭപാത്രം നീക്കൽ ശസ്ത്രക്രിയക്കിടെ വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ചു, 2021 മുതൽ വേദന സഹിച്ച ജീവിതം എന്ന് പറഞ്ഞിട്ട് അവർ കൊടുക്കുന്നത് വായിക്കാം. നമ്മൾ ഉഷ ജോസഫിനെ കുറിച്ച് പറഞ്ഞ അമ്പലപ്പുഴ ആരോഗ്യവകുപ്പിലെ അതീവ ഗുരുതരമായ സിസ്റ്റം തകരാറിന് വീണ്ടും ഒരു ഇര കൂടി. ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 2021 ഗർഭപാത്രം നീക്കം ചെയ്ത വീട്ടമ്മയുടെ വയറ്റിൽ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിച്ച കത്രിക ഫോർസെപ്സ് കണ്ടെത്തി. എക്സ്റേ പരിശോധനയിലാണ് ഇപ്പോൾ കത്രിക കണ്ടെത്തിയത്. പരിശോധനാ ഫലവുമായി ഇന്നലെ ആശുപത്രിയിലെത്തിയ ഇവരെ ഗുളിക കൊടുത്തു തിരിച്ചയച്ചു. പാരസെറ്റമോൾ. ശസ്ത്രക്രിയക്കിടെ ഡോക്ടർമാർ വയറ്റിൽ മറന്നുവെച്ച
അവർ സമ്മാനമായി കൊടുത്താന്ന് അറിയില്ല അല്ലേ. അവിടെ വേറൊരു വീണ ജോർജിന്റെ സമ്മാനം പ്രത്യേകമായി 10 സെന്റിമീറ്ററുള്ള കത്രിക നീളമുള്ള കത്രികയുമായി തൊഴിലുറപ്പ് തൊഴിലാളിയായ പുന്നപ്ര 40 ചിറയിൽ ഉഷ ജോസഫ് 51 വയസ്സ് 5 കൊല്ലത്തോളം വേദന സഹിച്ചു ജീവിക്കുകയായിരുന്നു. മുഴ കണ്ടെത്തിയതിനെ തുടർന്ന് 2021 മെയ് 3-നാണ് ഗൈനക്കോളജി വിഭാഗത്തിൽ ഉഷയുടെ ഗർഭപാത്രം നീക്കിയത്. കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നതിനാൽ കൂട്ടിരിപ്പുകാർ ഒപ്പമുണ്ടായിരുന്നില്ല. ശസ്ത്രക്രിയ കഴിഞ്ഞ ദിവസം മുതൽ വയറുവേദന പതിവായി എന്ന് ഉഷ പറയുന്നു. പല ഡോക്ടർമാരെയും കണ്ടെങ്കിലും മൂത്രത്തിൽ കല്ലാണെന്നായിരുന്നു നിഗമനം. ഇതിന് മരുന്ന് കഴിച്ചെങ്കിലും വേദന കുറഞ്ഞില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി മൂത്രത്തിലൂടെ രക്തം വരാൻ തുടങ്ങിയതോടെ മെഡിക്കൽ കോളേജിൽ നിന്ന് വിരമിച്ച യൂറോളജി ഡോക്ടറെ കണ്ടു. ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നടത്തിയ എക്സ്റേ പരിശോധനയിലാണ് കത്രിക കണ്ടത്. തുടർന്ന് ഇന്നലെ മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വിഭാഗത്തിലെത്തിയ എങ്കിലും ഗുളിക നൽകി 23-ന് വരാൻ ആവശ്യപ്പെട്ടു, മടക്കി അയച്ചു. ഇനി അവിടേക്കില്ല. ഇന്നലെ ഡോക്ടർമാരുടെ സമരമായതിനാലാണ് ഉഷയെ അഡ്മിറ്റ് ചെയ്യാതിരുന്നത് എന്നാണ് വിവരം. 23-ന് ആശുപത്രിയിൽ എത്തണമെന്നും അന്ന് ശസ്ത്രക്രിയ നടത്തി കത്രിക പുറത്തെടുക്കാമെന്നും ഡോക്ടർമാർ അറിയിച്ചതായി ഉഷ പറയുന്നു. പക്ഷേ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക മറന്നു വെച്ച ആശുപത്രിയിൽ വീണ്ടും പോകാൻ ധൈര്യമില്ലെന്ന് ഉഷ പറഞ്ഞതിനാൽ ഇന്നലെ രാത്രി തന്നെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സ്വന്തം വീട് തകർന്നതിനെ തുടർന്ന് ഉഷയുടെ കുടുംബം ഏറെ നാളായി വാടക വീട്ടിലാണ് താമസം. ഭർത്താവ് ജോസഫ് കൂലിപ്പണിക്കാരനാണ്. സംഭവം അറിഞ്ഞെന്നും പരാതി കിട്ടിയില്ലെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഐ എ ഹരികുമാർ അറിയിച്ചു. പക്ഷെ ഇത് നമ്മൾ വായിക്കണമെങ്കിൽ അതിനനുബന്ധമായി വേർന്നു കൂടി വയ്ക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി എത്രമാത്രം അവിടെയുള്ള ഇങ്ങനെയുള്ള ആളുകളെ സ്നേഹിക്കുന്നുവെന്നും അവരെ പ്രത്യേകം കെയർ ചെയ്യുന്നുവെന്നും അറിയണമെങ്കിൽ ഹർഷിനയുടെ കാര്യം ഒന്ന് വായിക്കണം. അത് മനോരമ നന്നായി കൊടുത്തിട്ടുണ്ട്. ചേർത്ത് ഇത് 5 വർഷം മുമ്പ് അതേ സമയത്ത് കണ്ടുപിടിച്ചതാണ്. കണ്ടുപിടിച്ച കാര്യത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് 5 വർഷമായിട്ടും എന്തൊക്കെ ഗുണങ്ങളാണ് അവരോട് ചെയ്തതെന്ന് കേൾക്കണോ എന്ന് നോക്കാം. ആരോഗ്യമന്ത്രി പറഞ്ഞു പറ്റിച്ചു. ഇനിയൊരു സ്ത്രീക്കും ഈ അനുഭവം ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കുടുങ്ങിയ കത്രികയുടെ 5 വർഷമാണ് ഞാൻ ജീവിച്ചത്. അത് സർക്കാരിൻ്റെ കത്രികയായിരുന്നുവെന്ന് തെളിയിക്കാൻ പിന്നെയും ഒട്ടേറെ അന്വേഷണം നേരിടേണ്ടി വന്നു. അനുഭവിച്ച ദുരിതങ്ങൾക്ക് നഷ്ടപരിഹാരം തേടി 3 വർഷമായി സമരം കൊണ്ടിരിക്കുകയാണ്. എന്നെ കെട്ടിപ്പിടിച്ച് ഹർഷിനയ്ക്ക് നീതി ഉറപ്പാക്കുമെന്ന് വാക്കു നൽകി പോയ ആരോഗ്യമന്ത്രി ആ വാക്കിന് ഒരു വിലയും നൽകിയില്ല. സർക്കാർ ആശുപത്രിയിലെ പിഴവിനെ തുടർന്ന് ജീവിതം താറുമാറായിട്ടും തുടർ ചികിത്സയിൽ പോലും ഒരു സഹായം ചെയ്യാൻ മനസാക്ഷി ഉണ്ടായില്ല. നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുന്നതല്ലാതെ ഒരു പരിഗണനയും തന്നതില്ല. കോടതിയിൽ പോലും സർക്കാർ വീഴ്ച വരുത്തിയത് കൊണ്ട് ഡോക്ടർമാർക്ക് അനുകൂലമായി ഉത്തരവുണ്ടായി. ഇപ്പോഴും ചികിത്സ തുടരുകയാണ്. ആ സംഭവത്തിന് ശേഷം കുടുംബത്തിനുണ്ടായ കടബാധ്യതകളിൽ നിന്ന് ഇപ്പോഴും കരകയറിയിട്ടില്ല. അന്നേരം എത്രമാത്രം കഴിവുള്ള ഒരു ആരോഗ്യമന്ത്രി എന്ന് 5 വർഷം മുമ്പ് ഞാൻ ചേർത്ത് പിടിച്ച ഒരാളാണ് ഹർഷിന. അപ്പം ഇതിൻ്റെ അകത്ത് ഈ സംഭവത്തിൽ ഇപ്പം മനോരമയിലെ സംഭവത്തിൽ തുടർച്ചയായിട്ട് വരുന്ന വാർത്തകൾ വായിക്കുമ്പോൾ ഒരു സംശയം തോന്നുന്നത്, മേജർ ഓപ്പറേഷൻ സർജറി വേണ്ടി വരുന്ന കേസുകൾ യാതൊരു കാരണവശാലും മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലണ്ടാകും. തൊട്ടടുത്ത് ഇഷ്ടംപോലെ കോടാനുകൂടി രൂപ മുടക്കുള്ള അമേരിക്കൻ കമ്പനികൾ വരെ ഇപ്പോൾ നമ്മുടെ ആശുപത്രി മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജുകൾ സ്ട്രോങ് ആയിട്ട് നിന്നാൽ ഉറപ്പായിട്ടും അവർക്ക് പേഷ്യൻറ്റിനെ കിട്ടാതാവും. ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വരെ നമ്മളിവിടെ ചിലവ് കുറവാണ്, അമൃതയിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ആ സിസ്റ്റമൊക്കെ മാറ്റി അവിടുത്തെ റേറ്റ് തന്നെ ഇവിടെ ആക്കുക എന്നുള്ള, ഇവിടുത്തെ രോഗികളെ അങ്ങോട്ട് കൊടുക്കുക. മെഡിക്കൽ കോളേജിൽ നിന്ന് രോഗികളെ ക്യാൻവാസ് ചെയ്ത് കൊടുക്കുന്ന, ഇവിടെ കൊള്ളിയില്ല നിങ്ങൾ അങ്ങോട്ട് പൊക്കോ എന്ന് പറയുന്ന രീതിയിലേക്ക്. അല്ല, ഒരു ഏജന്റാണ് നമ്മുടെ ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈവേ സൈഡിലുള്ള ഹോട്ടലുകളൊക്കെ ഉച്ചയാകുമ്പോഴത്തേക്കും ഈ ഊണെന്നും പറഞ്ഞ് പാവം സെക്യൂരിറ്റി സ്റ്റാഫിനെ. വീണ ജോർജിൻ്റെ പണി പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളും മുഴുവൻ തകർക്കല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, മെഡിക്കൽ കോളേജുകൾ മരുന്ന് വാങ്ങുന്നത്, പഴയ മരുന്ന് വാങ്ങുക, എന്നിട്ട് കത്തിക്കുക. പിന്നെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ മരുന്നുകളും പിന്നെ എക്യുപ്മെന്റ്സ് ആണ് വാങ്ങുന്നത്. ബിൽഡിംഗ് പണിഞ്ഞിട്ട് കമ്മീഷൻ വാങ്ങി. കാരണം ബിൽഡിംഗ് പണിഞ്ഞാൽ കമ്മീഷൻ കിട്ടും, വലിയ ബിൽഡിങ്. ഇതിൻ്റെ ഉള്ളിൽ പട്ടികൾ കയറി നടക്കുന്നതല്ലാതെ, പട്ടികൾക്ക് നല്ല സുഖമായി കിടന്നുറങ്ങുന്നതല്ലാതെ മനുഷ്യൻ അവിടെ പോയി കിടക്കാനോ അല്ല അതിനുള്ള സൗകര്യമോ ഇല്ല. ആവശ്യത്തിന് അവർ കണ്ടമാനം പൈസ വാങ്ങി. ഇതിൻ്റെ അടുത്ത് വ്യക്തമായ തെളിവുണ്ട്. വീണ ജോർജ് 1250 പേരെ പണം വാങ്ങി 60 ലക്ഷം വരെ വാങ്ങി ആളുകളെ നിയമിച്ചതിൻ്റെ കൃത്യമായ രേഖ സരിതാ നായർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡ് നമ്മുടെ അടുത്തുണ്ട്.
അപ്പോൾ അതൊന്നും പിന്നെ പിണറായിക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട്, അത് അന്വേഷണ വിധേയമാക്കേണ്ട ആവശ്യമില്ല, പ്രതിപക്ഷവും പോരാ. അപ്പോൾ ഇവിടെ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ വീണ ജോർജ് വന്ന ശേഷം ആരോഗ്യ മേഖലയെ എല്ലാ വിധത്തിലും നശിപ്പിച്ച് ലോകത്തിൽ ഇവർ വരുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു പേരാണ് ആരോഗ്യ മേഖല. അത് നശിപ്പിച്ച് കൈകൊടുത്ത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളെയും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെയും കുത്തക വലിയ ഹോസ്പിറ്റലുകളെയും അവരെ ഏജന്റായി വീണ ജോർജ് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. വന്ന വീണ ജോർജ് 2021 വരുമ്പോൾ ഈ ശൈലജ എന്ന് പറയുന്ന സ്വല്പം കമ്മ്യൂണിസ്റ്റ് രക്തം അവരുടെ ചായ അവരിൽ കാണാം. അതുകൊണ്ട് അവരെ കൊണ്ട് ഇത്തരം പണി സമർത്ഥമായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നല്ല. ഇവരോളം പറയുമ്പോൾ ചെയ്യും ഓർഡർ അല്ല, ശൈലജയെ മാറ്റി ഇവരെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇതാണെങ്കിലോ. പറയുന്ന പോലെ അടിമയെ പോലെ ജോലി എടുക്കുക. പിണറായിക്ക് എത്ര കമ്മീഷൻ എത്തിക്കാനുള്ള വിദേശത്ത് എത്തിക്കുക. ഇവർ രണ്ടുപേരും കൂടെ എല്ലാ ശനിയും ഞായറും വീട്ടിലിരുന്ന് അതിൻ്റെ മരുന്ന് കമ്പനികളെ കാണുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ, വിദേശത്ത് ഇവര് ഇടയ്ക്കിടയ്ക്ക് പോകുന്നതിനാ ബിനാമി ഇടപാടുകളിലെ കോടിക്കണക്കിന് രൂപ ഈ വീണ ജോർജ് സമ്പാദിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ പിണറായി വിജയൻ അവിടെ നിന്നാണ് മരുന്ന് കമ്പനികളൊക്കെ, ഇവിടുത്തെ കമ്പനികളല്ലല്ലോ, പലതും അവിടെയുണ്ടല്ലോ, അവിടെ നിന്നാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ വാങ്ങി ഇത്തരം പാവപ്പെട്ട നിരപരാധികളായ വലിയ വരുമാനമൊന്നുമില്ലാത്ത സ്ത്രീകളെയും അതേപോലെ രോഗികളെയും കൊല്ലാക്കൊല ചെയ്ത് മെഡിക്കൽ കോളേജിൻ്റെ വിശ്വാസ്യത തകർത്തു എന്നതാണ് യഥാർത്ഥത്തിൽ താങ്കൾ പറയും പോലെ യഥാർത്ഥ സത്യം. അല്ല, എല്ലാ നയങ്ങളും ആരോഗ്യം, ഇപ്പോൾ ഉദാഹരണത്തിന് ബാർ കൂടുതലുണ്ടെങ്കിൽ ഇതെല്ലാം മനുഷ്യനെ രോഗിയാക്കി ആ രോഗിയെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ള, അത് തന്നെ ഒരു ഉദാഹരണം പറയാം. 2016 ഭരണം മാറിയ ശേഷം ഇവിടുത്തെ ബാർ മുതലാളിമാർ പോയിട്ട് പിണറായി വിജയനോട് കാല് പിടിക്കല്ല ചെയ്തത്. പകരം ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ പോയിട്ട് പിണറായി വിജയന് 100 കോടി രൂപയായി പോയിട്ട് ഇത് വെച്ചോ, ഞങ്ങൾ ആദ്യത്തെ ഗഡുവാണ്, ഞങ്ങൾ എല്ലാ ഹോസ്പിറ്റലും പൂട്ടേണ്ട ഗതികേടാ, രോഗികളില്ല. കാരണം മദ്യപാനം ഉള്ളപ്പോഴല്ലേ രോഗികളുണ്ടാവുക. മദ്യപാനം ഇല്ലാത്തതുകൊണ്ട് ആ രോഗികളെ കിട്ടാനില്ല, ഞങ്ങളെ രക്ഷിക്കണം. 100 കോടി വെച്ചപ്പം ഓൺ ദ സ്പോട്ട് അദ്ദേഹം മദ്യനിര നിർത്തി മാത്രമല്ല, ഒഴിവാക്കിയത് മാത്രമല്ല, മുക്കിലും മൂലയിലും തുടങ്ങി. കേരളത്തിലെ എല്ലാ മുക്കിലും സ്കൂളുകളും എവിടെയും ഇപ്പം സമരമില്ലല്ലോ. ഇപ്പൊ CIT-കാർ സമരം ചെയ്യാൻ, CPM-കാർ DYFI-കാർ സമരം ചെയ്യാനില്ലല്ലോ സ്കൂളിൻ്റെ അടുത്താന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ആക്കി ഗോവയിലെ മാതിരി ഉള്ള ഒരു ബിസിനസ് ഇതാക്കി മാറ്റി ഇവിടെ രോഗികൾ ഇപ്പൊ ആവശ്യത്തിനധികം, കാരണം ഇത് കഴിച്ചുള്ള രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ. അല്ല, ഇനിയിപ്പം നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ ചാനൽ 24/7 എന്ന് പറയാൻ 24/7 ബാർ ഉണ്ടാവുമെന്ന് പറയാൻ ഇപ്പോൾ ശ്രീകണ്ഠൻ നായർക്ക് സന്തോഷമായിരിക്കും. അവരുടെ പേര് ഇവിടെ എടുത്തു, 24/7 എന്ന് പറഞ്ഞ് ബാറുകൾ ഫുൾ ടൈം ഓപ്പൺ ചെയ്യും. എന്തായാലും വീണ ജോർജിനെ പോലെ ഇത്രയും കഴിവ് കെട്ട, പണത്തിനോട് ആർത്തിയുള്ള, പിണറായി വിജയന് ദാസ്യവേല ചെയ്ത് ഏത് വിധേന പണം ഉണ്ടാക്കി കൊടുക്കുന്ന ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുടെ ഏജന്റായ ഇവരെ ഈ കേരളത്തിലെ ആരോഗ്യരംഗം നശിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. മെഡിക്കൽ കോളേജിന്റെ പവിത്രതയും അതിൻ്റെ ഒരു എല്ലാവർക്കുള്ള വിശ്വാസ്യതയും തകർത്തു കളഞ്ഞവര് എന്നുള്ളതാണ് അതിന്റെ അതാണ് അതിനുവേണ്ടി തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഓക്കെ.